ഇനിയുള്ള രാത്രികളിൽ പിണറായി വിജയനും കൂട്ടർക്കും ഉറക്കം കിട്ടുമെന്ന് തോന്നില്ല. കാരണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒരു വലിയ പൂട്ട് തുറക്കാൻ പോവുകയാണ്. അത് വെറും പൂട്ടല്ല, നമ്മുടെ അയ്യപ്പന്റെ തിരുവാഭരണങ്ങളും സ്വർണ്ണ ഉരുപ്പടികളും സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിലെ രഹസ്യങ്ങളുടെ പൂട്ടാണ്. മുൻ ദേവസ്വം മന്ത്രിയും CPM-ന്റെ കോട്ടയത്തെ ഉരുക്കുകോട്ടയുമായ VN വാസവൻ അഴിമതിയുടെയും ചോരയുടെയും കഥകൾക്കിടയിൽ പെട്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയൊരു മടങ്ങിപ്പോക്കില്ല. ശബരീശന്റെ സ്വർണത്തിൽ കൈവച്ചവർക്ക് കാലം കരുതി വെച്ച ശിക്ഷയാണോ ഇത്, അതോ രാഷ്ട്രീയ ഗൂഢാലോചനയാണോ? പക്ഷേ ഒന്നുറപ്പാണ്, കേസ് വെറും സ്വർണ്ണക്കൊള്ളയിൽ അവസാനിക്കില്ല. അയമനത്തെ ആ പഴയ രാഷ്ട്രീയ കൊലപാതകവും സുധീഷ് കുമാറിൻ്റെ ആദ്യ ഭാര്യയുടെ ദുരൂഹ മരണവും ഇപ്പോൾ വാസവന്റെ ചങ്കിടിപ്പ് കൂട്ടുകയാണ്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ രാഷ്ട്രീയ വേട്ടയാടലോ അതോ നീതി നടപ്പാക്കലോ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും കോട്ടയത്തെ ആ മാഫിയ സാമ്രാജ്യം എങ്ങനെയാണ് തകരാൻ പോകുന്നത് എന്ന് കാണാം. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഓരോ നിമിഷവും നിങ്ങൾ കേട്ടാൽ ഞെട്ടാൻ പോകുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കണ്ടു തന്നെ അറിയണം. അപ്പോൾ നേരെ ശബരിമല വിഷയത്തിലേക്ക് കടക്കാം. ഭക്തർ വിയർപ്പൊഴുക്കി നേർച്ചയായി നൽകുന്ന സ്വർണം അത് ഭഗവാന്റെ സ്വത്താണെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് അത് ചിലർക്ക് പാർട്ടി ഫണ്ട് പോലെയായിരുന്നു. അതും നിരീശ്വരവാദികളായ യുക്തിവാദികളായ സർക്കാരിൻ്റെ കാലത്താണ് ഈ കൊള്ള നടക്കുന്നത്. അവിടെയാണ് വിരോധാഭാസം മുഴുവൻ. കടകംപള്ളി സുരേന്ദ്രനും അതിനുശേഷം വന്ന VN വാസവനും ദേവസ്വം ഭരിച്ച കാലത്താണ് ഈ പറഞ്ഞ സ്വർണ്ണ ഉരുക്കൽ പ്രക്രിയ ഭംഗിയായി നടന്നത്. SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സ്ട്രോങ് റൂമിലെ പഴയ രജിസ്റ്ററുകൾ തൂക്കി നോക്കിയപ്പോൾ കിലോ കണക്കിന് സ്വർണത്തിന് ചിറക് മുളച്ച് പറന്നുപോയിരിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം സ്വർണ്ണം ഇറങ്ങി ഓടി. എന്തൊരു രസമാണല്ലേ കേൾക്കാൻ. പണ്ട് ഐതിഹ്യമാലയിലൊക്കെ പറയുന്നത് പോലെ വല്ല യക്ഷിയോ ഗന്ധർവനോ വന്ന് എടുത്തതല്ലേ ഇത് മുറിച്ചും ഉരുക്കിയും കടത്തിയതിന് പിന്നിൽ കൃത്യമായ ഒരു മാഫിയ തന്നെ ഉണ്ടായിരുന്നു. വാസവൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ചിലർക്ക് ശബരിമലയിൽ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അത് അക്കാലത്ത് തന്നെ ചില വാർത്തകൾ കണ്ടതാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ മേശപ്പുറത്ത് ആ ഫയലുകൾ ഇരിക്കുകയാണ്. വാസവനും കടകംപള്ളിക്കും നോട്ടീസ് അയക്കാനിരിക്കെ അവർ എന്ത് മറുപടി പറയും? ഇനി രക്ഷിക്കാൻ നമ്മുടെ പിണറായി സർക്കാർ ഇല്ലല്ലോ. ഞങ്ങൾക്കറിയില്ല, അയ്യപ്പൻ എടുത്ത് കാണൂ എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. സർക്കാസം അവിടെ നിൽക്കട്ടെ, ഇതൊരു ഗുരുതരമായ വിശ്വാസവഞ്ചന തന്നെയാണല്ലോ. ഭക്തരുടെ വികാരങ്ങളെ വിറ്റ് കാശാക്കിയ ഒരു മന്ത്രിസഭയിലെ പ്രധാന കണ്ണിയായിരുന്നു വാസവൻ. ഇനി നമുക്ക് വാസവന്റെ തട്ടകമായ കോട്ടയത്തേക്ക് പോകാം. കോട്ടയം എന്ന് കേട്ടാൽ റബ്ബറും പള്ളിയും മാത്രമല്ല, വാസവൻ എന്ന വിപ്ലവ നേതാവിൻ്റെ കൈക്കരുത്തും അതുകൂടി ഓർമ്മ വരണം. പക്ഷെ ആ കൈക്കരുത്ത് ഇപ്പോൾ നിയമത്തിന് മുന്നിൽ വിറയ്ക്കുകയാണ്. ചെയ്തു കൂട്ടിയതെല്ലാം തന്നെ കള്ളി വെളിച്ചതായി. അയമനത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ രാഷ്ട്രീയ കൊലപാതകം എടുത്തു നോക്കാം. അധികാരം ഉപയോഗിച്ച് അന്ന് അദ്ദേഹം സുഖസുന്ദരമായിട്ട് ആ കേസ് കുഴിച്ചു മൂടി. പക്ഷെ ആ മൃതദേഹങ്ങൾ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ആ പഴയ കേസുകൾ പൊടിതട്ടിയെടുക്കുന്നത്? അതിന് പിന്നിലൊരു കാരണമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ചില പ്രതികൾക്ക് ഈ പഴയ കൊലപാതകങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ട്. അതായത് ഒരു ക്രിമിനൽ സംഘത്തെ വാസവൻ പോറ്റി വളർത്തുകയായിരുന്നു. അതെ, ചുരുക്കി പറഞ്ഞ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ. ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് വളർന്നു വന്ന ഈ മാഫിയ സംഘം ദേവസ്വം ബോർഡിലും പടിയുറപ്പിച്ചു. സുധീഷ് കുമാറിൻ്റെ ആദ്യ ഭാര്യയുടെ കൊലപാതകം ഓർമ്മയുണ്ടോ? അന്ന് ആ കേസ് അട്ടിമറിക്കാൻ മുൻകൈ എടുത്തത് ആരാണ്? കോട്ടയത്തെ ചില പ്രമുഖ ദേവസ്വം ജീവനക്കാരുടെ പേര് അന്ന് ഉയർന്നു വന്നിരുന്നു. അവർ വാസവന്റെ വിശ്വസ്തരായിരുന്നു, മനസാക്ഷി സൂക്ഷിപ്പുകാരുമായിരുന്നു. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ കേസുകളെല്ലാം ഒന്നിച്ച് വാസവന്റെ നെഞ്ചത്തേക്ക് വരികയാണ്. വാസവൻ വിചാരിച്ചത് മന്ത്രിപ്പടം കിട്ടിയാൽ പഴയ പാപങ്ങളെല്ലാം ഗംഗയിൽ മുങ്ങിയ പോലെ ദേവസ്വം സ്വർണത്തിൽ മുങ്ങിപ്പോകുമെന്നാണ്. പക്ഷെ അയ്യപ്പൻ വിട്ടില്ല. സ്വർണ്ണ കേസ് അന്വേഷിച്ചപ്പോൾ കൂടെ കൊലക്കേസും കൂടി വരികയാണെന്ന് പറഞ്ഞാൽ അതിനെന്താണ് പറയുക? കർമ്മ എന്ന് വിളിക്കും അല്ലേ? പുറത്തുനിന്ന് UDF അടിക്കുമ്പോൾ അകത്തു നിന്ന് സഖാക്കൾ തന്നെ കുഴി വെട്ടുന്ന കാഴ്ചയാണ് CPM-ൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. VN വാസവനെതിരെ കോട്ടയം ഏരിയ കമ്മിറ്റിയിൽ നടന്നത് ഒരു യുദ്ധം തന്നെയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പങ്കെടുത്ത യോഗത്തിൽ അണികൾ പൊട്ടിത്തെറിച്ചു. സഖാവെ വാസവനും സ്റ്റാഫും കാണിക്കുന്നത് അഹങ്കാരമാണ്. അവർക്ക് ജനങ്ങളെ വേണ്ട, അവർക്ക് പണവും പവറും മാത്രം മതി. ഇതായിരുന്നു അണികളുടെ വിലാപം. തിരുവാർപ്പിലും കുമരകത്തും CPM-ന്റെ വോട്ട് ബാങ്ക് തകരാൻ കാരണം വാസവന്റെ ഈ റൗഡി രാഷ്ട്രീയമാണെന്ന് പാർട്ടി അന്നേ വിലയിരുത്തുന്നു. വാസവനെ സംരക്ഷിക്കാൻ ഇനി പിണറായി വിജയനും ബുദ്ധിമുട്ടാണ്. കാരണം എങ്ങനെയൊക്കെയോ ആണ് കടിപിടി കൂടി ആ പിണറായിക്ക് പ്രതിപക്ഷ കസേരയെങ്കിലും കിട്ടിയത്.
എന്തായാലും പിണറായിയുടെ തന്നെ കസേര ഇളകിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഓരോ മന്ത്രിമാരായി അകത്ത് പോകുമ്പോൾ ക്യാപ്റ്റൻ മാത്രം എങ്ങനെ രക്ഷപ്പെടും? വാസവനെ കൈവിടുന്നത് പാർട്ടിയുടെ നിലനിൽപ്പിന് നല്ലതാണെന്നൊരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങി. ഇനി കടകംപള്ളിക്കും ഇതേ അവസ്ഥ വരും. അതായത് വാസവൻ ഇപ്പോൾ ഒരു രാഷ്ട്രീയ ബാധ്യതയെ മാറിയിരിക്കുന്നു, നമ്മുടെ ക്യാപ്റ്റനെ പോലെ തന്നെ. അപ്പോൾ SIT ഇപ്പോൾ ശബരിമലയിലെ സ്ട്രോങ് റൂമുകളിലെ 10 വർഷത്തെ കണക്കുകൾ ഇങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ എന്താവും അവസ്ഥ? സ്വർണ്ണ ഉരുപ്പടികൾ തൂക്കി നോക്കിയപ്പോൾ വലിയ വ്യത്യാസമുണ്ട്. അത് കണ്ടെത്തിയതാണ്. അതിൽ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം മന്ത്രി എന്ന നിലയിൽ വാസവനിൽ നിന്ന് തന്നെ എത്തും. കൂടാതെ ഈ സ്വർണ്ണം എവിടെ പോയി എന്നതിന് പോലീസിന് കൃത്യമായ ചില സൂചനകളും ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലെയും കോയമ്പത്തൂരിലെയും ചില ജ്വല്ലറികളിലേക്ക് ഈ സ്വർണം എത്തിയതായിട്ടാണ് വിവരം. പിന്നെ കടൽ കടന്നിട്ടുണ്ടോ എന്നത് മറ്റൊരു വിഷയം. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബിനാമികൾ ആരൊക്കെയാണ്? വാസവന്റെ ബിനാമികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. പോലീസ് ആസ്ഥാനത്ത് ചേരുന്ന ഉന്നതതല യോഗം വാസവന്റെ അറസ്റ്റ് എപ്പോൾ വേണമെന്ന് തീരുമാനിക്കും. ഇതൊരു ചെറിയ കളിയല്ല. ഒരു വശത്ത് കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസം, മറുവശത്ത് ക്രൂരമായ കൊലപാതകങ്ങൾ. അപ്പോൾ ഇതിനിടയിൽ കിടന്ന വാസവൻ വീർപ്പ് മുട്ടുകയാണ്. വാസവന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ചിലർ ഇപ്പോൾ മാപ്പുസാക്ഷികളാകാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ വാസവന് നേരിട്ട് ജയിലിലേക്ക് പോകേണ്ടി വരും. ടിക്കറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇനി വരാനിരിക്കുന്നത് കൊടുങ്കാറ്റാണ്. VN വാസവൻ എന്ന വടവൃക്ഷം വീഴുമ്പോൾ അതിനൊപ്പം പല ഉന്നതരും വീഴും. ശബരിമല സ്വർണ്ണക്കേസ് വെറും ഒരു അഴിമതി കഥയല്ല, അത് ഭരണകൂടം ഭക്തരെയും ജനങ്ങളെയും എങ്ങനെ വഞ്ചിച്ചു എന്നതിൻ്റെ വലിയൊരു രേഖയാണ്, ഒരു നേർസാക്ഷ്യമാണ്. വാസവന് ഈ കേസുകളെക്കുറിച്ച് അറിവില്ലായിരിക്കാം എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കൂടാതെ പഴയ കൊലപാതക കേസുകളൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി വാസവനായിട്ടൊരു ഉഗ്രൻ പണി റെഡിയായി കഴിഞ്ഞു. പിണറായി വിജയൻ്റെ ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് നമ്മൾ പറഞ്ഞത് വെറുതെയല്ല. സ്വന്തം വിശ്വസ്തർ ഓരോരുത്തരായി നിയമത്തിന് മുന്നിൽ മുട്ടുമടക്കുമ്പോൾ അടുത്ത ഊഴം അദ്ദേഹത്തിനാണ്, അദ്ദേഹത്തിൻ്റെ മകൾക്കാണ്, അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. സത്യം പുറത്തു വരണം. ശബരീശൻ്റെ സ്വർണം മോഷ്ടിച്ചവനും നിരപരാധികളുടെ ചോര വീഴ്ത്തിയവനും അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കണം. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാസവൻ കുറ്റക്കാരനാണോ, അതോ ഇതൊക്കെ വെറും രാഷ്ട്രീയ പകപോക്കലാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.